നേരത്തെ ഡാൻ അവിടെ മഴ കൂടിയുള്ള ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ വിപണിയെ അത് ബാധിക്കുന്നുണ്ടോ ഒരു പരിധിവരെ എന്നുള്ളതാണ്. അതേസമയം ആജ്ഞ നേരത്തെ ചില്ലറ വിൽപ്പനക്കാരുടെ ഭാഗത്ത് നിന്ന് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. അവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ബീൻസ്, ഇഞ്ചി, തക്കാളിക്കൊക്കെ വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത്. 1 കിലോ തക്കാളിക്ക് 80 രൂപ എന്നൊക്കെ പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അവരുടെ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളാണിതൊക്കെ. അതിനാണ് ഈ പറയുന്ന വില നൽകേണ്ടി വരുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഇല്ലെങ്കിൽ പോലും ആളുകൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതിനു കൂടി അങ്ങേയറ്റം താങ്ങാൻ പറ്റാത്ത വിലയിലേക്ക് ആവുകയാണ്. ചിലയിടങ്ങളിൽ പച്ചക്കറിക്കൊക്കെ 100 മേലെ വിലയുണ്ട്. തിരുവനന്തപുരത്ത് 80 ആണെങ്കിൽ ചിലയിടങ്ങളിലൊക്കെ 100 മേലെ വിലയുണ്ട്. ഇവിടെ ഈ മാർക്കറ്റ് കുറച്ചുകൂടി ആളുകൾക്ക് അധികം വില ഈടാക്കാതെ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരിടമാണ്. ഇവിടെ തന്നെ പലയിടത്തും ഭയങ്കര അതിഭീകരമായി വില കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഇലക്കൂട്ടത്തിനൊക്കെ ആണെങ്കിൽ പോലും നേരത്തെ ഒരു ബണ്ടിലിന് 20 രൂപ വെച്ചിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പൊ അവർക്കത് 30 രൂപ വെച്ചിട്ട് കൊടുക്കാതെ, കാരണം അവർക്ക് ആ വിലയ്ക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും നമുക്ക് ആളുകളോട് തന്നെ ചോദിക്കാൻ ശ്രമിക്കാം. ഞാൻ അല്പം മുൻപ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ചേച്ചി, ഇത് പുതിനക്കൊക്കെ പുതിന 20 രൂപ ഒരെണ്ണത്തിന്. എപ്പോഴും 20 രൂപയാണ്. മല്ലിയില കൂടുതല്, ചീരയൊക്കെ വില കൂടുതല്. എന്തിനാ 1 കിലോണിയാ കുറച്ച് ഒരു ബണ്ടല് 30 രൂപ. അല്ല 30 രൂപയ്ക്ക് ഒരേ റേറ്റിക്കാണ് കൊടുക്കുന്നത് എപ്പോഴും. ചേച്ചിക്ക് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് ബാധിക്കുന്നില്ലേ? വില കൂടുതൽ എന്നുള്ള ഒരു സാഹചര്യം വരുന്നില്ലേ? വില കൂടിയ കാരണം പൈസ കുറച്ചാൽ നമ്മൾക്ക് ലാഭം കിട്ടും. ചീരക്കൊക്കെ ആയാലും ആ വില കൂടുതൽ കിട്ടുന്നില്ല, കുറച്ച് മാത്രം. അവിടെ വിലല്ലേ, അത് കാരണം. ഇതാണ് കാരണം. കച്ചവടം നഷ്ടപ്പെടുമോ എന്നും ഭയം കൊണ്ട് അവര് നിലവിലുള്ള വില തന്നെ കൂട്ടാതെ, വില കൂട്ടി സാധനങ്ങൾ എടുത്തിട്ടും പോലും വില കൂട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അഭിലാഷ്. കാരണം അവർ തന്നെ ഇപ്പൊ പറയുന്ന വില കുറച്ച് വിറ്റാലേ നമുക്ക് കച്ചവടം നടക്കുള്ളൂ. അങ്ങനെ ആളുകൾ, അതായത് കച്ചവടം നഷ്ടപ്പെടുമോ കുറയുമോ എന്നുള്ള ഭീതിയിൽ അങ്ങനെ വില കുറച്ച് വിൽക്കുന്ന, അതായത് നിലവിലുണ്ടായിരുന്ന വിലയിൽ തന്നെ വിൽക്കുന്ന പലരുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ഇവിടെ നല്ല തിരക്കുണ്ട്. ഞാൻ നേരത്തെ അഭിലാഷിനോട് സൂചിപ്പിച്ചല്ലോ, ഇവിടെയാണ് അത്യാവശ്യം ആളുകളുടെ അടുത്ത് വില കുറഞ്ഞ സാധനങ്ങൾ ആളുകൾക്ക് കിട്ടുന്ന ഒരിടമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പക്ഷേ ഇത്രയും അധികം ഒരു തിരക്ക് കാണുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് പോകാം. ചേച്ചി, നാരങ്ങയ്ക്ക് എത്രയാ വില? അങ്ങനെ പറയാനല്ലേ ചേച്ചി? 120. ഇപ്പൊ വില കുറഞ്ഞാണ്. തക്കാളി 100 രൂപയാണ്. 80. വില കൂടിയ ഐറ്റം ഏതൊക്കെയാണ്? വില കൂടിയ ഐറ്റമാണ്. ഇതുണ്ട്, അമരപ്പയറുണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെ വെളുത്തുള്ളി ഉണ്ട്, അതൊക്കെ നല്ല സാധനം ഉണ്ട്. പക്ഷേ ക്യാരറ്റിനോ? ക്യാരറ്റൊക്കെ 120. മേടിക്കും. അതാണ് അഭിലാഷ് സാഹചര്യം. ഇപ്പോ തക്കാളിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 100 രൂപയാണ് തക്കാളിയുടെ വില, 120 രൂപയാണ് ക്യാരറ്റിന്റെ വില. ഈ ഒരു സാഹചര്യം തന്നെയാണ് കൊച്ചിയിലെ എല്ലാ ഭാഗത്തും ഉള്ളത്. ഇപ്പൊ തിരുവനന്തപുരത്ത് 80 രൂപ എന്ന് ഡാൻ കുര്യൻ പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ ഏതാണ്ട് 20 രൂപയുടെ ഇവിടെ കൂടുതലാണ്. പച്ചക്കറിക്ക് ക്യാരറ്റിന് അതുപോലെ 120 രൂപയാണ് റേറ്റ്, ബീൻസിന് 100 രൂപയാണ്, വഴുതനങ്ങയ്ക്ക് 80 രൂപയാണ്. അങ്ങനെ വില കൂടിയ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇത് സാധാരണക്കാരന്റെ ബജറ്റിനെ അങ്ങേയറ്റം താളം തെറ്റിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അഭിലാഷ്.